ആ ടീം അപ്പോൾ നമ്മുടെ വിൽഫ്രണ്ട് അപ്പൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ കാർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ യൂസർ കാർ ഷോറൂമിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ളവർക്കായാലും ഇപ്പോൾ തൃശ്ശൂരിൻ്റെ പുറത്തുള്ളവർക്കായാലും തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അതായത് വണ്ടികൾ അന്വേഷിച്ച് വരുമ്പോൾ ഒരുപാട് ലോങ് ഒന്നും പോകണ്ടാവും, തൃശ്ശൂരിൻ്റെ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോകണ്ടാവും. ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. അപ്പോൾ ശക്തൻ മാർക്കറ്റിലെ പട്ടാളം ആണത്. അതായത് പഴയ വണ്ടികൾ പൊളിക്കുന്നതും വിൽക്കുന്നതും അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ചെറിയ വില വരെ, അതായത് 1,50,000 രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 35,000 രൂപ പോലും വണ്ടികൾ ഇന്ന് 800 ഓടിച്ച് പഠിക്കാനുള്ള വണ്ടികൾ കാണിക്കുന്നുണ്ട് അവിടെ വീഡിയോയിൽ. അപ്പോൾ അതായത് 5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അതിന് മേലേക്കുള്ള വണ്ടികളുണ്ട്, ഇല്ലയെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളും നടക്കും. ഇൻഷുറൻസ്, ലോൺ സൗകര്യം ഉള്ളവർക്കും നടക്കും, ലോൺ വേണ്ടവർക്കും നടക്കും, എക്സ്ചേഞ്ച് നടക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സമയം കളയുന്നില്ല. വീഡിയോ ഒന്ന് പറ്റാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാട്ടോ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം, ബെൽബട്ടൺ അടിക്കാൻ നോക്കാം കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഉപകാരമില്ലാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യമില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ അട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ യൂസർ കാർ ഷോറൂമിലാണ് ഇവിടെ ശക്തല്ലേ. ഇവിടെ എന്നും പറഞ്ഞു തരുന്ന പോലെ നമ്മുടെ ഡാനിഷായിട്ട് നമസ്കാരം. ഇന്ന് വണ്ടികൾ കുറച്ചുണ്ടല്ലേ അല്ലേ? ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് തുടങ്ങിയാലോ. ചേട്ടാ ആദ്യത്തെ വണ്ടി ഏതാ? ഇത് 2009 മോഡൽ സാൻഡ്രോ അല്ലേ? 2009 സാൻഡ്രോ GLS ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ പവർ വിൻഡോ വന്നിട്ടുള്ള GLS മോഡലാണ്. GLS AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഫ്രണ്ട് പവർ വിൻഡോ, ഫ്രണ്ട് ഡോർ പവർ വിൻഡോ. നീറ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 4 ടയറും പുതിയ ടയറുകളാണ്. 4 അടിപൊളി ടയറാണ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന്റെ ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ പൊല്യൂഷൻ. 5 വർഷത്തേക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കണ വണ്ടിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 76,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗ്. നീറ്റാണ് കേട്ടോ ഇന്റീരിയറൊക്കെ. ഓക്കെ, 76 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ചെറിയ പ്രൈസ് അല്ല നമുക്ക് ഉണ്ടാവുള്ളൂ. 1,25,000 പറയണുള്ളൂ. ഇത് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ്, പൊല്യൂഷൻ എല്ലാം ഉണ്ട്. പെട്രോൾ അടിച്ച് ഓടിക്കുക, വേറെ റീപ്ലേസ് ഒന്നുമില്ല. 1,25,000 നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. സംസാരിക്കാം, എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ലോൺ കിട്ടുമോ? ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഒരു 2008 മോഡലാണ്. 8 മോഡൽ. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. നല്ല ടയറുകളാണ്, ലൈവിലാണ്. 1.2 അല്ലേ? റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സെക്കൻഡ് ആയി 5 വർഷത്തേക്ക് തന്നെ ഉണ്ട്. 2000 കാപ്പ എഞ്ചിനാണ് അല്ലേ? ഒക്ടോബർ വരെയൊക്കെ ഉണ്ട്. 70,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഒരുപാട് ഓണർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. എല്ലാ വർക്കിംഗ് അല്ലേ? 4 ഒരു പവർ വിൻഡോ ഉണ്ട്. ഇത് മേഘന കേട്ടോ. എത്ര പറയണേ? 4 അലോയ് ആണ്, നല്ല ടയറാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. 1,50,000 പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം? 1,50,000 1,50,000 പറഞ്ഞേക്കണോ? 5 വർഷത്തേക്ക് എടുത്തു വെച്ചേക്കുന്നതാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ള 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, റീപ്ലേസ് ഇല്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 പവർ വിൻഡോ അല്ലേ? നല്ല അടിപൊളി ടയർ കുറച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി ടയറാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് കിട്ടുമോ? ലോൺ ഇല്ലല്ലോ? ലോൺ കിട്ടില്ല. എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് വരാം തൃശ്ശൂർ ശക്തനില് കാർ എക്സ്പേർട്ടിൽ. ഇതോ? ഇത് 2016 മോഡലാണ്. VXi അല്ലേ? ഇതല്ലേ ടോപ്പ് എൻഡ്? അന്ന് 16 മോഡൽ. ഓണർഷിപ്പ് സിംഗിളോ? നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 4 ഇപ്പൊ കണ്ട 3 വണ്ടി, 4 ടയർ അടിപൊളിയാണ്. 80,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. വണ്ടി നല്ല നീറ്റായിട്ട് കിടക്കണം. അത് സിംഗിൾ ഓണർഷിപ്പാണ്, അതിൻ്റെ പ്രത്യേകതയാണ്. VXi ടോപ്പ് എൻഡ് ആണ്. 4 ടയർ അടിപൊളി ടയറുകൾ കാര്യങ്ങളാണ്. ഇന്റീരിയർ നോക്കാം കേട്ടോ. 2016 ഇത് നമുക്ക് ലോൺ കിട്ടും. ഇത് ഫ്രണ്ട് 2 പവർ വിൻഡോ അല്ലേ? അതെ. ലോൺ കിട്ടും. പവർ സ്റ്റിയറിംഗ്, AC, ഇന്റീരിയറൊക്കെ നീറ്റ് തന്നെയാണ്. ഓക്കെ, എല്ലാം അടിപൊളിയാണ്. ലോൺ കിട്ടും അല്ലേ? ലോൺ കിട്ടും. 2,35,000 വില പറയണത്. 2,35,000 നെഗോഷ്യബിൾ ആണ്. 2 ലക്ഷം രൂപ നമുക്ക് ലോൺ. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏകദേശം എത്ര വേണ്ടി വരും? 25-30 രൂപ കിട്ടി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ കേട്ടോ. അടുത്ത വരുമ്പോൾ നമുക്ക് 2008 മോഡൽ 8 മോഡൽ ആൾട്ടോ LX. ഇതും 4 ടയറും കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇപ്പൊ ടയർ കച്ചവടം എല്ലാ വണ്ടികളിലും ടയർ പുതിയതിടാൻ ടയറുകളാണ്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ LXi ആണ്.
ഫുൾ ഓപ്ഷനാണ്. ഇതും ടെസ്റ്റ് കാര്യങ്ങളെല്ലാം LXi അന്ന് നമുക്ക് ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ. ഇതും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. 5 വർഷത്തേക്ക് പേപ്പർ ഏതാ മോഡൽ പറഞ്ഞാൽ 2008 മോഡൽ. 8 മോഡൽ കേട്ടോ. ഇത് AC ഒക്കെ വർക്കിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ് ഉണ്ട്. വീഡിയോ വരുന്നുണ്ട്. ഓക്കെ. റീപ്ലേസ് വലിയ കാര്യം ഉണ്ടോ? ഇതൊരു ഒന്ന് എത്ര പറഞ്ഞ ചേട്ടാ? ഇത് 1.15. 1.5. മാരുതി കാരണം കിട്ടുമോ ലോൺ? 10 ശേഷം 10 ശേഷം കിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ കേട്ടോ. എക്സ്ചേഞ്ച് കിട്ടില്ലേ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഇതോ? ഇത് 2015 മോഡലാണ്. 15 മോഡൽ ടയറുകൾ തന്നെയാണ്. ഞാൻ ചേട്ടൻ പറയാണ്ട് നമുക്ക് ടയറിന്റെ ഒരു വീഡിയോ എടുത്താലോ? കമ്പനി വല്ല അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇത് സിംഗിൾ ഓണർ ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ കേട്ടോ. സിംഗിൾ ഓണർ. എത്ര ഓടിയാക്കണത്? 60 താഴെ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല നീറ്റ് ആയിട്ടോ. റീപ്ലേസ് ഒന്നുമില്ല. എത്ര പറയണേ? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോണൊക്കെ ചെയ്തിട്ട് എടുക്കാം അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 2.25 നെഗോഷ്യബിൾ ആണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കാം. ഓക്കെ. ഇതോ? ഗ്രാൻഡ് ആയിട്ട് 2015 മോഡല് ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്പോർട്സ് ആണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡാ? പെട്രോളൊന്നും കുഴപ്പമില്ല കേട്ടോ. 88,000 അല്ലേ? ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ്. ഓക്കെ. കാര്യങ്ങളൊന്നും 1.2. റീപ്ലേസ് ഒന്നുമില്ല. ഫാൻസി നമ്പേഴ്സ് ഒക്കെയാണ്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നീറ്റാണ് കേട്ടോ. കാപ്പ് എഞ്ചിൻ അല്ലേ? നല്ലൊരു പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചോള്. ഇതൊക്കെ കമ്പനി സർവീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ? എല്ലാം കമ്പനി സർവീസ് ആയിരിക്കും. 3.25. ഇതൊക്കെ പാർട്ടിയുടെ വണ്ടികളാവും അല്ലേ? പാർക്ക് ആൻഡ് സെയിൽ ആണ് കേട്ടോ. ഡയറക്റ്റ് വരാം. ഇതിനൊക്കെ നമുക്ക് ലോൺ കിട്ടില്ലേ? 2.5 ലക്ഷം വരെ ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നീറ്റ് വണ്ടിയാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി ഇതുണ്ടോ? ഡിസൈർ 2016 മോഡലാണ്. ഡീസൽ അല്ലേ? VDI ആണ്. 70,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 70,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ കേട്ടോ വണ്ടിയുടെ ടയറാണ്. സിംഗിൾ ഓണർഷിപ്പില്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? നല്ലൊരു പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വർക്കിംഗ് ആണ്. ഇന്ത്യയിലൊക്കെ നീറ്റാണ്. ബാക്ക് ഡയറക്റ്റ് വരാട്ടോ. നമ്മൾ തൃശ്ശൂരാണ്. എത്ര പറയണേ കേട്ടോ? 550. മോഡൽ ഏതാ? 16 മോഡലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നെഗോഷ്യബിൾ റേറ്റ് ആണ്. 7 മോഡൽ അല്ലേ? 27 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. ടയർ നല്ല ടയറുകളാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? കാര്യമായിട്ട് ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല സാൻഡ്രോ. ഇതിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് അല്ലേ? ഇതാണല്ലേ ഒരാൾ വന്നപ്പോൾ നോക്കി പോയത്? 1.10 കേട്ടോ പറയണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടെൻഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ടെൻഷനെ. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ. ഇനി ഏതാ അവിടേക്ക് ഉണ്ട്? അതൊക്കെ പറഞ്ഞു അല്ലേ? i20. ഇത് 15 മോഡലാ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നുണ്ടല്ലേ? ആലോചിക്കില്ല. ഇത് ഏതാ ലാസ്റ്റ്? ആലോചിക്കോ? ഫാസ്റ്റ് ടോപ്പ് ആൻഡ്. ഇത് ഡീസലാ? പെട്രോൾ അല്ലേ? 2015 മോഡല്, സിംഗിൾ ഓണർ അല്ലേ? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആലോചിക്കുള്ള റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു പവർ വിൻഡോ. ഇതിൽ പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ വന്ന് നോക്കേണ്ടി വരും. പറയാനൊന്നും കഴിയില്ല. അപ്പോൾ ഇന്ത്യയിലൊക്കെ നീറ്റാണ്. റീപ്ലേസ് ഒന്നും ഇല്ല. 5.30 അല്ലേ? ഇതിനൊക്കെ എത്ര മൈലേജ് കേട്ടോ? നല്ല ക്വാളിറ്റി കേട്ടോ കാണാനായിട്ട്. 15 മൈലേജ്. സ്വിഫ്റ്റിൻ്റെ ഒക്കെ മൈലേജ് അല്ലേ? ഓക്കെ. ഇതോ? 2008 മോഡൽ സെന്നസ്റ്റിലോ. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ടെസ്റ്റ് 8 മോഡൽ അല്ലേ? നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. മേജറായിട്ട് പ്രശ്നം കാര്യങ്ങളും ഇതിൽ AC വർക്കിംഗ് ആണ്. പവർ വിൻഡോ വരുന്നുണ്ടോ? 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരും. എത്ര കൊടുക്കുന്നത്? ഗുഡാണ്. ഇത് നമുക്ക് 1.10 പറയാനുള്ളൂ. ചെയ്ത് കൊടുക്കും അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ് 5 കൊല്ലത്തേക്ക് പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതോ? 2009 മോഡല്.
ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? വണ്ടി നീറ്റ് വണ്ടിയാണ്. 1 രൂപ പറയുള്ളൂ. എന്തെങ്കിലും വ്യത്യാസങ്ങൾ അത് ചെയ്ത് കൊടുക്കും. ഇതിൽ ഫ്രണ്ട് ആൻഡ് ഡോർ പവർ വിൻഡോ ഇല്ല, പവർ വിൻഡോ വരുന്നില്ല. എ സിയും പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നീറ്റ് ആണ്. 2010 മോഡൽ ആൾട്ടോ LXi ആണ്. 10 മോഡൽ ആൾട്ടോ LXi. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. 66,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 66,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, മേജറായിട്ട് പ്രോബ്ലം ഒന്നുമില്ല. എ സി എല്ലാം വർക്കിംഗ് അല്ലേ? 1.30 അവർ പറയുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ 1.30 വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ ഇല്ലേ? ഇതോ ഓടിച്ച് പഠിക്കാൻ പറ്റിയ 2 വണ്ടി, ചെറിയ വിലയ്ക്ക് 2 വണ്ടികളുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റഡി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധാ വണ്ടികളുണ്ട്. 2002 മോഡലാണ്. 2 മോഡല് 27 വരയ്ക്ക് പേപ്പർ ഉണ്ട് അല്ലേ? ഇത് എ സി വണ്ടി ഒന്നും ആവില്ലല്ലോ? എ സി ആവില്ല. ഓക്കെ, 40 രൂപ പറഞ്ഞേക്കണേ. അതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വണ്ടി കാരണം വണ്ടി കണ്ടീഷൻ ഓടിച്ച് പഠിക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് ഏതായിരുന്നു? 2. ഇത് 2000 അല്ലേ? അത് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാനോട്ടോ വണ്ടി. 35 രൂപ പറയുന്നുള്ളൂ. 35 പറയണുള്ളൂ അല്ലേ? ഇത് ജസ്റ്റ് ഓടിച്ച് പഠിക്കാനുള്ള കണ്ടീഷനില്ല. ഇത് പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല. 6 മാസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കിട്ടും. കാരണം ഈ ഉണ്ട്. ഇതിന്റെ ടെസ്റ്റ് ജൂലൈ വരെ, അടുത്ത വർഷം പകുതിയൊക്കെ വരെ പേപ്പർ ഉണ്ട് കേട്ടോ. വേറെ മേജറായിട്ട് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നിസാര വിലയുള്ളൂ. ഇനി അതുണ്ടോ കേട്ടോ? ഇതുണ്ടോ ഐറ്റൻ? ഇല്ല, ഐറ്റം കാരണം ഇല്ല. ഇപ്പൊ വേറെ ഇത് കൊടുത്തു അല്ലേ? നമ്മൾ കൊടുത്ത കസ്റ്റമേഴ്സിന് ടെസ്റ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമ്മുടെ തന്നെ എടുത്തിട്ട് ഞാൻ നേരത്തെ ഒരു വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ കണ്ടു. അതായത് അവര് വിൽക്കണമെങ്കിൽ ഇവിടേക്ക് തന്നെ വന്നാലും മതി അല്ലേ? ചെയ്യാം, അതും ചെയ്യാം. എല്ലാ കാര്യങ്ങളാണ്. നമ്മുടെ പ്രോപ്പർ തൃശ്ശൂര് ശക്തൻ മാർക്കറ്റിൽ അല്ലേ? പട്ടാളം മാർക്കറ്റിന്റെ തൊട്ടടുത്ത്. വണ്ടി കുറവാണ്. അതെ 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 അതെ. വണ്ടികൾ സത്യത്തിൽ അത്യാവശ്യമുണ്ട്. പക്ഷെ നമ്മള് ചില വിലകൾ പോകുമ്പോൾ ചെറിയ ഷോറൂമായ വലിയ ഷോറൂമായ കാരണം നമുക്കത് കുറവായിട്ട് തോന്നുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പുറത്തെ മൊത്തത്തിൽ വീഡിയോരെ? നല്ല റെസ്പോൺസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോൾ വരുന്നുണ്ട് അല്ലേ? നാൻഷാന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. 95 44 95 60 44. നാൻഷേട്ടാ, അപ്പോൾ താങ്ക് യു.